ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ അനാലിസിസ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 22,713 തേഴ്സ്ഡേ, കഴിഞ്ഞ ആഴ്ച തേഴ്സ്ഡേ ക്ലോസ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ചെറിയ ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് നല്ലോണം മൂവ് ചെയ്ത് 23,000 എന്ന റെസിസ്റ്റൻസ് നല്ലോണം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ട് ഇവിടെ റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് താഴത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. 22,959 വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ +255 പോയിന്റ്സ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 22,968.25, 1.12% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആയിട്ടില്ല, പക്ഷേ ഫുള്ളി ആക്ടിവേറ്റ് ആണെങ്കിൽ 23,500 മുകളിൽ മാർക്കറ്റ് പോകണം. എന്നാലേ ഈ ഒരു സെൽ സൈഡിലേക്കുള്ള ഡോമിനേഷൻ മാർക്കറ്റിൽ കുറയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ക്ലോസിംഗും കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പം ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് 22,959 ആണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലെവൽസ് നോക്കാം. അപ്പോ ആദ്യമേ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാം. ഇത് നമ്മുടെ സെൽ ട്രെൻഡ് ലൈൻ ആണ് ഈ കാണുന്നത്. അതിന്റെ മെയിൻ റെസിസ്റ്റൻസസ് വരുന്നത് ഇത് ഇതൊക്കെയാണ് മെയിൻ റെസിസ്റ്റൻസസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസിലാണ്, ട്രെൻഡ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസിലാണ് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കൺസിഡറേഷനിൽ കാണണം. അതുകൊണ്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, സെൽ ട്രെൻഡ് ലൈനിലുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ 23,400 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 23,400 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 നാളെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് മൂവ്മെന്റും ഇന്നത്തെ ഏറ്റവും ഡൗൺ പോയ ലെവലും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് പിന്നെ വോളിയം അനാലിസിസിലും ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 22,600 ഞാനിവിടെ മാർക്ക് ചെയ്യാം. 22,600 നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് നാളത്തേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ലെവൽസ് മാർക്ക് ചെയ്ത് മാർക്കറ്റ് എവിടെ റിവേഴ്സ് ചെയ്യും, എവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യും, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും ഏത് ആവറേജ് ആണ് മാർക്കറ്റിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ Nifty 50 ഒക്കെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ആവറേജ് കാണാൻ, ബാക്ക് ടെസ്റ്റിംഗ് കാണാൻ, എത്ര പോയിന്റ്സ് മൂവ് ചെയ്യുന്ന കാണാൻ, ഫിബൊനാച്ചി അനാലിസിസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ, വോളിയം അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, പിന്നെ പ്രത്യേകിച്ച് ഓപ്ഷൻസുകാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നമാണ് 1 by 1 ആയിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ നേടി ഒറ്റ ട്രേഡ് കൊണ്ട് ആ കിട്ടിയ പ്രോഫിറ്റുകളൊക്കെ നഷ്ടമാകുന്നു എന്നുള്ളത്. അതൊക്കെ റിക്കവർ ചെയ്യാൻ അതെങ്ങനെയാണ് മണി മാനേജ്മെന്റ്, എങ്ങനെയാണ് മാർക്കറ്റ് മാനേജ്മെന്റ്, ഇതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടും ഫണ്ടമെന്റലി ചെയ്യണമെന്നുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. ബേസിക് ടു അഡ്വാൻസ് ലെവൽ വരെ, നമ്മൾ പ്രോ ലെവൽ വരെ നമ്മൾ പഠിപ്പിക്കും. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25,997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4,199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക്
കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓവർ ട്രേഡ് ചെയ്ത്, അതായത് ഒരു ലോസ് വന്ന് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഓവർ ട്രേഡ് ചെയ്ത് വീണ്ടും ലോസ് വരുന്നവരാണെങ്കിൽ, ഓൾറെഡി ലോസിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഇവർക്കൊക്കെ ഈ കോഴ്സ് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്ക് കോഴ്സ് ലൈഫ് ടൈം ആക്സസോടെയാണ് കിട്ടണം. വൺ ടൈം പർച്ചേസ് ആണ്, ലൈഫ് ടൈം ആക്സസ്, ലൈഫ് ടൈം വാട്സ്ആപ്പ് സപ്പോർട്ടും ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്ത് 4199 കോഴ്സ് കരസ്ഥമാക്കാവുന്നതാണ്. ഇത് ഓഫർ പ്രൈസ് ആണ്, ഇത് കഴിഞ്ഞാൽ പ്രൈസ് കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എത്രയും വേഗം ഗ്രാബ് ചെയ്യുക. ഈ ഓഫറിൽ തന്നെ ഈ കോഴ്സ് ഒരു അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ, നമ്മുടെ ക്രോസിംഗ് ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ വരച്ചിരുന്നു. ഇവിടെ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഇവിടെ ഞാൻ ഒരു പെർഫെക്റ്റ് ക്രോസിംഗ് ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു. ആ ഒരു പോയിന്റിലാണ് ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ വന്ന് ടച്ച് ചെയ്ത് ഒരു 52,572 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ലെവൽസ് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഈ ലെവലും ക്രോസിംഗ് പോയിന്റിൽ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഫോളിംഗ് സിറ്റുവേഷൻ ആണെങ്കിലും സൈഡ് വേസ് ആണെങ്കിലും അപ് ട്രെൻഡ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ടിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്കറ്റിന്റെ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ വന്ന് 52,572 വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. 52,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആയി പോയി. ഞാൻ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 അവർ ക്യാൻഡിൽ ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആയി. ഈ 52,000 ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആയി നെക്സ്റ്റ് ലെവൽ, ആ ക്രോസിംഗ് ലെവലിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് ലെവല് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 52,572 ആണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പൈസൽ വാല്യൂ വന്നിരിക്കുന്നത് 52,609.10 പ്ലസ് 1,060.35 പോയിന്റ്സ്. അപ്പൊ അത് നമ്മൾ കൺസിഡറേഷനിൽ തന്നെ കാണണം. നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി നൽകിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സാധാരണ ആവറേജ് മൂവ്മെന്റ് 152-300 പോയിന്റ്സ് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ മൂവ്മെന്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെയാണ് നോക്കണം. ഗ്യാപ്പ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 1 ഷോട്ട് 1,060 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. 2.06% പെർസെന്റേജ് വൈസും പെർസെന്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യമേ തന്നെ കാണേണ്ടത് ഇവിടുത്തെ ട്രെൻഡ് ലൈൻ. ഇതാണ് നമ്മുടെ സെൽ ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസസ് വരുന്നത് ഇത് പിന്നെ ഇന്ന് ക്ലോസ് ചെയ്ത ആ പൊസിഷൻ, ഇതൊക്കെയാണ്, അതായത് 52,572 ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് വാല്യൂസ് വരുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് നോക്കാൻ പറ്റുന്നത് 54,000 എന്ന് പറയുന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇത് ഏകദേശം ഇവിടെ കൊണ്ടുവരും. 54,000 വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനും എല്ലാം അനുസരിച്ച് 54,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരും. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇവിടുന്ന് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെയുള്ള ഒരു പുള്ളപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നോക്കാം. അത് മാത്രമല്ല, ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തതുകൊണ്ട് നാളെ ഇതുപോലെ തന്നെ കാണിക്കണമെന്നില്ല. കാര്യം ഇപ്പോഴും വാറും ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ എപ്പോഴും കാണിക്കും. ഇന്ന് കറക്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ FIIയുടെ DIIയുടെ സെല്ലിംഗ് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് FII സെല്ല് ചെയ്തതിൽ കൂടുതൽ DII ബൈ ചെയ്തു. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ, നല്ലൊരു ബൈ ആണ് ഇന്ന് DIIയുടെ സൈഡിൽ നിന്ന് വന്നത്. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ മാർക്കറ്റിൽ കാണിച്ചത്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചിരുന്ന റെസിസ്റ്റൻസ് 1 വന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. കാര്യം ആവറേജ് മൂവ്മെന്റ് കഴിഞ്ഞു, ആവറേജിൽ കൂടുതൽ മൂവ്മെന്റും കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 51,500 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 51,500. ഇതായിരിക്കും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. 51,500 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സപ്പോർട്ട് ലെവലിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സപ്പോർട്ട് ലെവല് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് ബെയറിഷ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരെ, അതായത് ഇവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുള്ളൂ. അഥവാ 51,500 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ചെയ്താൽ. കാര്യം ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. 2 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുള്ള ഒരുപോലെ നിൽക്കുന്ന സപ്പോർട്ട് ലെവലാണ്. അതുകൊണ്ട് തന്നെ 51,500 കഴിഞ്ഞാൽ വലിയ ബ്രേക്ക് ഡൗൺ ക്രാഷ് എന്ന് ഞാൻ പറയില്ല. 51,500 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബെയറിഷ് ബ്രേക്ക് ഔട്ട് ആയ കാൻഡിൽസ് ആയ മർബോസു, ബെയറിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമർ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും. ആ ബ്രേക്ക് ഔട്ട് മാക്സിമം പോകാവുന്നത് 49,962 ആണ്. അത് ആവറേജ് മൂവ്മെന്റ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ബാക്കിയുള്ള ലൂസേഴ്സും ഗെയിനേഴ്സും നോക്കാം. അപ്പൊ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് ട്രെൻഡ്, SBI ലൈഫ്, ടൈറ്റൻ, അദാനി ആൻഡ് ശ്രീറാം ഫൈനാൻസ്, ആക്സിസ് ബാങ്ക്, അൾട്രാസിമെന്റ് കോ, LT, ബജാജ് ഫൈനാൻസ്, SV,
പിന്നെ HDFC ലൈഫ്, ജിയോ ഫൈനാൻസ്, HDFC ബാങ്ക്, ഇൻഡിഗോ, ബജാജ് ഓട്ടോ, കോൾ ഇന്ത്യ, NTPC, നെസ്ലെ ഇന്ത്യ, ബജാജ് ഫൈനാൻസ് SV, ഗ്രാസിം, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ് നമ്മുടെ മെയിൻ ഗെയിനേഴ്സ് വന്നേക്കുന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ലൂസർ റിലയൻസ് ആണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റിലയൻസ് ആണ് ലൂസേഴ്സ് ലിസ്റ്റിൽ 3.30% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് കാണിച്ചത്. അതിന്റെ തൊട്ട് പുറകെ ONGC, മാക്സൽ, കിച്ചർ മോട്ടോഴ്സ്, JSW സ്റ്റീൽ, HCL ടെക്, ഡോക്ടർ റെഡി എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ സെക്ടർ ആൻഡ് ഇൻഡിസസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിസസ് എല്ലാം ഗ്രീൻ ആണ്. എല്ലാം 1%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 2%ന്റെ മുകളിൽ, എല്ലാം 1%ന്റെ മുകളിലാണ്. നല്ല കാര്യം. സെക്ടോറിയൽ ഇൻഡിസസ് നോക്കണമെങ്കിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഇത്തിരി ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. 1.37% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. അതുപോലെ തന്നെ നിഫ്റ്റി മീഡിയ 1%ന്റെ താഴെയാണെങ്കിൽ 0.22% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. ബാക്കി എല്ലാം ഒന്നെങ്കിൽ 2%ന്റെ മുകളിൽ അല്ലെങ്കിൽ 1%ന്റെ താഴെയാണ് ബുള്ളിഷ് ആയിട്ട് എല്ലാ സെക്ടേഴ്സും മൂവ് ചെയ്തത്. നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്, നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫിനിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിനിഫ്റ്റിയിലും W പാറ്റേൺ ആക്ടിവേറ്റ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം W പാറ്റേൺ ആക്ടിവേറ്റ് ആയി. എന്നിട്ട് മാർക്കറ്റ് ഒരു പുള്ളപ്പ് ചെയ്തു. ഒരു ആവറേജ് മൂവ്മെന്റ് ആയ 561 പോയിന്റ്സ് ആണ് മൂവ്മെന്റ് നൽകിയത് സൈഡ് വേസിന് ശേഷം. ആ ഒരു പൊസിഷൻ എത്തിയപ്പോഴേക്കും മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ 24,566.20 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേ ഗൈസ്. അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് അനാലിസിസ് തുടങ്ങാം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 24,566.20 ആണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,603.10 പ്ലസ് 561.55 പോയിന്റ്സ് പ്ലസ് 2.34% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതും ഒരു ഡബിൾ മൂവ്മെന്റ് ആണ്. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് വാല്യൂ 150 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ എടുത്താൽ തന്നെ 400. 561 എന്ന് പറയുമ്പോൾ നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ സർവീസസ് ആയിക്കോട്ടെ, ബാങ്കിങ് സർവീസ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം പെർഫോം ചെയ്തത്. ഏകദേശം 561 നല്ലൊരു ബുള്ളിഷ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. W പാറ്റേൺ ആക്ടിവേറ്റ് ആയി, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളെ ടെക്നിക്കൽസ് ഒക്കെ ശരിയായി. ഇനി നമുക്ക് ഇല്ലേ ബാക്കി ട്രെൻഡ് ലൈനും ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഞാൻ വരച്ചോട്ടെ. ഇവിടെയും നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട്. ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസസ് വരുന്നത് ഇവിടെ, 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 ഇവിടെ. ഇത്ര എടുത്താണ് നമ്മുടെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസസ് വരുന്നത്. 1, 2, 3, 4. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള ലെവൽസിലോട്ട് കിടക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടത്തെ നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 24,800 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,800. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടായിരിക്കും. ഇത് 25,200 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 25,200. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഓൾറെഡി W പാറ്റേൺ ആക്ടിവേറ്റഡ് ആണ്. അതിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി മൂവ്മെന്റ് തരും. പക്ഷേ ഇവിടെ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ ഉറപ്പായിട്ടും എടുക്കുക. അത് 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ എടുക്കുക. 1 അവർ കംപ്ലീറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. വളരെ വളരെ സൂക്ഷിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഡബിൾ കൺഫർമേഷൻസ് എടുത്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആണോ, ക്യാൻഡിൽ സ്റ്റിക്ക് ഓക്കെ ആണോ, പാറ്റേൺസ് ഓക്കെ ആണോ, ടെക്നിക്കൽ അനാലിസിസ് കറക്റ്റ് ആണോ, ഫണ്ടമെന്റൽ നോക്കിയില്ലെങ്കിൽ സെന്റിമെന്റൽ അനാലിസിസും വോളിയം അനാലിസിസും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം മുകളിലോട്ട് ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽസ് വരുന്നത് ഇതുമാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ് വരുന്നത്. ഒന്ന് വരുന്നത് 24,200 എന്ന ലെവലാണ്. 24,200 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,800 ആയിട്ട് വരും. ഓക്കെ, 23,800 ഇതാണ് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്താൽ. ഓക്കെ, അപ്പൊ എല്ലാ ലെവൽസും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഈ കേസിൽ സപ്പോർട്ട് ലെവലിന്റെ കേസിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ബേസിക് ആയിട്ട് 1 അവർ ബെയറിഷ് ക്യാൻഡിൽസ് കൺഫർമേഷൻ എടുക്കുക. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പുറകെ പോകാതിരിക്കുക. കാര്യം ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പൊ ഇത്തിരി ആക്ട് ചെയ്യുന്നത് ഇത്തിരി തെറ്റായിട്ടാണ്. അപ്പോൾ കാര്യം ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഒരു പ്രഡിക്ഷൻ നമുക്ക് തരില്ല. ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും നമുക്ക് നടന്നു കഴിഞ്ഞ കാര്യം നമ്മുടെ ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ. അത് 5 to 6 സെക്കൻഡ് ലാഗിങ് ആയിരിക്കും, ഇത്തിരി സ്ലോയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നത് അത്ര ഉചിതകരമായ സമയമല്ല അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞ റാൻഡം ട്രേഡ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പൊ സെൻസെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു W പാറ്റേൺ ഉണ്ടായിരുന്നു. ഞാനിവിടെ നീക്കി വെച്ച് കാണിച്ചു തരാം. ആ W പാറ്റേൺ ആണ് ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ആയി കറക്റ്റ് ആ സപ്പോർട്ടിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. 74,000 എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 74,080 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ടെക്നിക്കൽ വഴിയായിട്ട് ചെയ്ത റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം.
ആദ്യമേ തന്നെ ക്ലോസിംഗ് വന്നത് മാർക്ക് ചെയ്തോട്ടെ. 74,080 ആണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 74,106.85 പ്ലസ് 787.30 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് 1.07% വൈസും അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ 787 എന്ന നമ്പർ വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണണം. കാര്യം നമ്മൾ സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണെന്ന് പറയാറുണ്ട്. അത് വെച്ച് നോക്കാൻ നേരത്ത് 787 എന്ന് പറയുന്നത് 500ന്റെ മുകളിലും 1000 പോയിന്റ്സിന്റെ താഴെയാണ്. നമുക്ക് ഇന്റർമീഡിയറ്റ് ആവറേജ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ന് മാർക്കറ്റ് സെൻസെക്സിൽ മൂവ് ചെയ്തു. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് മൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻട്രാഡേയിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. കറക്റ്റ് ആ ട്രെൻഡിൽ വന്നാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരു കണ്ടിന്യൂസ് ബുള്ളായിന്ന് അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ കുറഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സപ്പോർട്ട് ലൈൻ ഇതായിട്ടാണ് വരാൻ പോകുന്നത്. 73,000 ആണ് ഈ ലെവല്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 73,000 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ, ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് ഇവിടെ കൊണ്ടാണ്. 75,025 അതാണ് റെസിസ്റ്റൻസ് വാല്യൂ. 75,025 ആണ് നമ്മുടെ ഈ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരുന്നത്. ഞാൻ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡ് ലൈനിന്റെ നമ്മുടെ ഇപ്പോ നിൽക്കുന്ന, അതായത് ക്ലോസ് ചെയ്ത ട്രെൻഡ് ലൈനിന്റെ റെസിസ്റ്റൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഈ 75,000 എന്ന ലെവൽ വരുന്നത്. 75,000 എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എഴുതിയപ്പോൾ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. എന്നുവെച്ചാൽ കറക്റ്റ് ആണ് 75,025 എന്നുള്ളത്. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ടാണ് 75,000 എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ, സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് 73,000 ആണ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അത് സപ്പോർട്ട് ഇവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്. എവിടം വരെ? ഈ ഒരു ലെവൽ വരെ പോകാൻ ധാരാളം ചാൻസ് ഉണ്ട്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനിയും ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ചെറിയൊരു റീട്രേസ്മെന്റ് എടുത്തതിന് ശേഷം ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു ലെവൽ, അതായത് 789 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വളരെ സൂക്ഷിച്ചു വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലെവൽസ് മാർക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക് മുതൽ പ്രോ ലെവൽ വരെ വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി വന്ന് പഠിക്കണമെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് 4199 എന്ന കോഴ്സിൽ രജിസ്റ്റർ ചെയ്തേച്ചും നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ എന്ന കോഴ്സ് വന്ന് പഠിക്കാവുന്നതാണ്. നമ്മൾ ഗൈഡൻസ് തരും, സപ്പോർട്ട് വരും. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് വരുത്തുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് കറക്ഷൻ വേണ്ടത്, ഏതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് തന്ന് കറക്റ്റ് ആയിട്ട് ഒരു പ്രോ ട്രേഡർ ആകാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. 4199 ആണ് കോഴ്സ് പ്രൈസ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്യുക. 25,000 കോഴ്സാണ് ഇത്രയും ലെസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈസ്റ്റർ പ്രമാണിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പർ, ഇമെയിൽ ID ഉണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.